ആലപ്പുഴ ഹരിപ്പാട് സ്വകാര്യ വസ്ത്ര വ്യാപാര സ്ഥാപനത്തിന് വേണ്ടി ശീതളപാനീയം വിൽക്കുന്ന കട പൊളിച്ച കേസിൽ മുഖ്യപ്രതിക്ക് സ്റ്റേഷൻ ജാമ്യം. അറസ്റ്റിലായ ചെറായി ഷാജിക്കാണ് സ്റ്റേഷൻ ജാമ്യം നൽകി പോലീസ് വിട്ടയച്ചത്. പൊതുമുതൽ നശീകരണം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടും സ്റ്റേഷൻ ജാമ്യം നൽകിയ പോലീസ് നടപടി വിവാദത്തിലായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ശ്രീവത്സം സിൽക്സിന്റെ പാർക്കിങ്ങിന് വേണ്ടി പെട്ടിക്കട പൊളിച്ചു മാറ്റിയത്. അമൽ സുരേന്ദ്രൻ വിവരങ്ങളുമായിട്ട് ചേരുന്നു. അമൽ, ഇതിപ്പോൾ ഒരു വലിയ വസ്ത്രവ്യാപാര സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ചെറിയൊരു പെട്ടിക്കട പൊളിച്ചു കളയുക എന്നത് നമ്മൾ കേരളത്തിൽ നിന്ന് നോക്കുമ്പോൾ അങ്ങേയറ്റം വലിയ ഒരു തരത്തിലും നമ്മുടെ നാടുകളിൽ നടക്കാൻ അങ്ങനെ സാധ്യതയില്ല. ആരെങ്കിലുമൊക്കെ ആയിട്ട് അത് തടയും. ഇതിപ്പോൾ ഇങ്ങനെ ഒരാൾ ചെയ്തിരിക്കുന്നു എന്ന് മാത്രമല്ല, പോലീസ് പക്ഷേ അയാളോട് അനുഭാവപൂർണ്ണം പെരുമാറിയും ഇരിക്കുന്നു. അങ്ങനെയല്ലേ? എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ? ായ മനുഷ്യന്റെ ഉപജീവന മാർഗം മുട്ടിയിരിക്കുകയാണ്. രാത്രി കടയടച്ച് വീട്ടിൽ പോയ അയാൾ പിറ്റേന്ന് രാവിലെ എത്തുമ്പോൾ ആ കട അപ്പാടെ തകർന്നു കിടക്കുന്ന, നിലംപരിശായി കിടക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതായിരുന്നു ജനപ്രതിനിധികളെ രാഷ്ട്രീയ ഭേദമന്യേ ഈ ഒരു കേസിൽ ഇടപെടാൻ പ്രേരിപ്പിച്ചത്. അതിനെ തുടർന്ന് ഇന്നലെ ശ്രീവത്സം ഗ്രൂപ്പ് ഈ കട പുനർനിർമ്മിച്ച് കൊടുക്കാമെന്നും താൽക്കാലികമായിട്ട് അവിടെ കച്ചവടം നടത്താനുള്ള സജ്ജീകരണങ്ങൾ ചെയ്യാമെന്നും രേഖാമൂലം പോലീസ് സ്റ്റേഷനിൽ വെച്ച് എഴുതി കൊടുത്തു പോയതാണ്. അതിനുശേഷവും ഈ ചെറായി ഷാജി എന്ന് നേരത്തെ ക്രിമിനൽ പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിനായിരുന്നു ഇതിൽ ഒന്നാം പ്രതി. ഈ പ്രതിക്കാണ് ഇപ്പോൾ സ്റ്റേഷൻ ജാമ്യത്തിൽ അദ്ദേഹത്തെ വിട്ടയച്ചിരിക്കുന്നത്. ആ വിട്ടയച്ചതിൽ ഡിവൈഎഫ്ഐയും സിപിഎമ്മും വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർത്തുന്നുണ്ട്. ഈ ആരോപണങ്ങൾ ജി സുധാകരന്റെ നേർക്കുള്ളതാണ്. ഈ ആരോപണങ്ങളിൽ പറയുന്നത് പ്രകാരമാണെങ്കിൽ ജി സുധാകരന്റെ ഒരു നിർബന്ധ ബുദ്ധി അല്ലെങ്കിൽ അദ്ദേഹം ഇടപെട്ടതിനെ തുടർന്നാണ് ചെറായി ഷാജിയെ വിട്ടയക്കുവാനുള്ള നടപടി ഉണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഡിവൈഎഫ്ഐയുടെ മുൻ പ്രസിഡന്റ്, ജില്ലാ പ്രസിഡന്റായുള്ള അനസ് അലിയുടെ ഒരു ബൈറ്റ് അടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഏതായാലും ഇത്തരത്തിൽ ഉള്ളൊരു സംഭവം ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് ഈ പൊതുമുതൽ നശീകരണം, അതോടൊപ്പം തന്നെ അനധികൃതമായ ഒരു കെട്ടിടം പൊളിച്ചു നീക്കൽ, ഈ കെട്ടിട ഉടമയായിരുന്ന ആളോട് യാതൊരു തരത്തിലുള്ള ഇതും കൊടുക്കാതെ, അയാൾക്ക് യാതൊരു തരത്തിലുള്ള മുന്നറിയിപ്പും കൊടുക്കാതിരിക്കൽ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് സ്റ്റേഷൻ ജാമ്യത്തിൽ അയാളെ വിട്ടയച്ചത് എന്ന കാര്യത്തിലാണ് ഇപ്പോൾ ഒരു സംശയം ഉണ്ടാകുന്നത്. ഏതായാലും ഇന്ന് രാവിലെയാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തല അശോകന്റെ, അതായത് ശീതളപാനീയങ്ങൾ വിൽക്കുന്ന പെട്ടിക്കടയുടെ ഉടമയായിരുന്ന അശോകന്റെ വീട്ടിലെത്തി അദ്ദേഹത്തെ സന്ദർശിക്കുകയും ആശ്വസിപ്പിക്കുകയും ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കാമെന്ന് ഉറപ്പും നൽകിയിരിക്കുന്നു. അതിന് തൊട്ട് പിന്നാലെ ആണ് ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായിരിക്കുന്നതെന്നും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സനീഷ്.